ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇസ്ലാമിൽ പുരുഷന്മാർ 4 or 5 തവണ വിവാഹിതരാകുന്നു. അവരുടെ ഭാര്യമാരുടെ അനുവാദം ചോദിക്കാറുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ഒന്നിൽ കൂടുതൽ ഭാര്യയെ സ്വീകരിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഏകമതം ഇസ്ലാമും ഏകവേദഗ്രന്ഥം ഖുർആനുമാണ്. മതങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്നയാളാണ്. ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന മറ്റൊരു മതഗ്രന്ഥവുമില്ല. ബൈബിളിലും ഭഗവത്ഗീതയിലും ഹൈന്ദവ വേദങ്ങളിലും ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ധരണി പോലുമില്ല. ഖുർആനിൽ മാത്രമേ ഉള്ളൂ. ഹൈന്ദവ വേദങ്ങൾ വായിച്ചു നോക്കൂ. രാമായണത്തിൽ ശ്രീരാമന്റെ പിതാവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഒന്നിൽ കൂടുതൽ, അതായത് 3 ഭാര്യമാർ. ശരിയല്ലേ? ശ്രീകൃഷ്ണന് മഹാഭാരതം പ്രകാരം എത്ര ഭാര്യമാരുണ്ടായിരുന്നു? അപരിമിതമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രന്ഥം നന്നായിട്ടറിയില്ല. അദ്ദേഹത്തിന് 4 ഭാര്യമാർ മാത്രമായിരുന്നു. 4 അല്ല, 100 അല്ല, 1000 അല്ല, 16,108. അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് 4 ഭാര്യമാരായിക്കൂടാ? എന്താണ് പ്രശ്നം? ശ്രീകൃഷ്ണന് 16,108 ഭാര്യമാരാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് 4 ആയിക്കൂടാ? മാത്രമല്ല, നിങ്ങൾ വിഷ്ണുപുരാണയിലെ 24-ാം അധ്യായത്തിലെ 1-ാം വചനം വായിച്ചു നോക്കൂ. ഒരു ബ്രാഹ്മണന് 4 ഭാര്യമാർ വരെയാകാമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഭാര്യമാരെ സ്വീകരിക്കാമെന്ന് ജൂതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രൈസ്തവ ബൈബിൾ വായിച്ചു നോക്കൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഭാര്യമാരെ സ്വീകരിക്കാനുള്ള അനുവാദം അതിൽ നൽകുന്നതായി കാണാം. ബൈബിൾ വായിച്ചു നോക്കൂ. എബ്രഹാമിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. സോളമന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 700 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നീട് ക്രൈസ്തവ ചർച്ചാണ് ഒരു ക്രിസ്ത്യാനി ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. ബൈബിളല്ല. ജൂത സമുദായങ്ങൾ ഒന്നിൽ കൂടുതൽ പേരെ വിവാഹം കഴിച്ചിരുന്നു. ജൂതന്മാർ ഒരുവേളയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് 1950-ൽ ജൂത റബ്ബി ഒരു സൈനോഡ് പുറപ്പെടുവിച്ചു. അപ്പോൾ റബ്ബിയാണ്, അല്ലാതെ ജൂത ഗ്രന്ഥങ്ങളല്ല അങ്ങനെ ചെയ്തത്. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പേര് വിവാഹം കഴിക്കാം. 1954-ൽ ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന ഒരു നിയമം ഇന്ത്യൻ ഭരണകൂടം പുറപ്പെടുവിച്ചു. ഒരു ഹിന്ദു ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഹിന്ദു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ പറയുന്നു. ഹൈന്ദവ ഗ്രന്ഥങ്ങളല്ല, ഭഗവത്ഗീതയല്ല, രാമായണമല്ല, മഹാഭാരതമല്ല, വേദങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ പീനൽ കോഡാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത്. ഇസ്ലാമിലുള്ള സ്ത്രീകളുടെ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചു നോക്കൂ. ഭരണകൂടത്തിന്റെ രേഖകളുടെ 66-ഉം 67-ഉം പേജുകൾ വായിച്ചു നോക്കൂ. ഇങ്ങനെ കാണാം. മുസ്ലിങ്ങളിൽ 4.3% പേർ മാത്രമേ ബഹുഭാര്യത്വ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളൂ. ഇന്ത്യയിൽ 4.3% മുസ്ലിം പുരുഷന്മാർക്ക് ബഹുഭാര്യത്വമുണ്ട്. 1951 മുതൽ 1961 വരെയുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം ഹിന്ദുക്കൾക്ക് എത്രയാണെന്നോ? 5.06%. അതായത് ഇന്ത്യയിലെ മുസ്ലിം പുരുഷന്മാരെക്കാൾ 0.7% കൂടുതൽ. ഇത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിവരങ്ങൾ പ്രകാരം. ഇന്ത്യൻ ഭരണകൂടം ഇതിനെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വമുള്ളത് അവരിലാണ്. എന്തുകൊണ്ട്? ഇനി എന്താണ് ഖുർആനിൽ പറയുന്നത് നോക്കാം. അധ്യായം 4:3 ഇപ്രകാരം പറയുന്നു: സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക എന്ന ഈ വാചകം ഖുർആനിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു മതഗ്രന്ഥത്തിലുമില്ല. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കണമെങ്കിൽ നീതി പുലർത്തണമെന്നതാണ് ഒരു നിബന്ധന. നിങ്ങൾക്ക് നീതി പുലർത്താനാവില്ലെങ്കിൽ ഒരാളെ മാത്രം വിവാഹം കഴിക്കുക. ചില പുരുഷന്മാർക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നതിന്റെ യുക്തിപരമായ കാരണങ്ങൾ എന്താണ്? മുസ്ലിം പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ ഭാര്യമാരാക്കിയിരിക്കേണ്ടത് നിർബന്ധമായ കാര്യമായിട്ടാണ് പല മുസ്ലിങ്ങൾ കണക്കാക്കുന്നത്. അത് നിർബന്ധമല്ല, ഇച്ഛാനുസാരം ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമല്ല. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള എത്ര മുസ്ലിങ്ങൾ നിങ്ങൾക്കറിയാം? എത്ര പേര് നിങ്ങൾക്കറിയാം സഹോദരി? കുറച്ചു പേരെന്ന് പറഞ്ഞാൽ 1, 2, 3 എത്ര പേരാണ്? ഏതാണ്ട് 3 പേര്. നിങ്ങൾ ധർമ്മേന്ദ്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എത്ര ഭാര്യമാരുണ്ട്? മുസ്ലിമാണോ അമുസ്ലിമാണോ?